90s കിഡ്സിന്റെ വൈകുന്നേരങ്ങൾ ഏറ്റവും മനോഹരമാക്കിയിരുന്ന ഒരു പിടി ആൽബം സോങ്ങുകൾ ഉണ്ടായിരുന്നു. അന്നൊക്കെ സ്കൂൾ വിട്ടും കോളേജ് വിട്ടും ഓടി വരുന്നത് തന്നെ ഡ്യൂ ഡ്രോപ്സിലെയും മിസ്റ്റിലെയും ഒക്കെ ചില പ്രിയ ഗാനങ്ങൾ കേൾക്കുവാനായിരുന്നു. മാത്രമല്ല അന്ന് ആ ഗാനങ്ങൾ നമുക്ക് നൽകിയിരുന്ന അതേ ഫീൽ ഇപ്പോഴും അവ നൽകുന്നുണ്ട്. അന്നത്തെ ആ ഡ്യൂ ഡ്രോപ്പ് ഈവനിങ്സ്, മിസ്ഡ് സ്വീറ്റ് മെമ്മറീസ് ഇന്നും കേൾക്കുമ്പോൾ ഏറ്റവും ആദ്യം ഓർമ്മ വരുന്നത് ആ ആൽബങ്ങളിലെ മുഖങ്ങൾ തന്നെയല്ലേ. എന്നാൽ ഒരു ചോദ്യം, ഇന്ന് ആ മുഖങ്ങൾ എങ്ങനെയായിരിക്കും? അന്നത്തെ അതേ ആൽബം ലുക്കിൽ തന്നെയായിരിക്കുമോ? അല്ലെങ്കിൽ ഇന്ന് എത്ര മാറ്റം സംഭവിച്ചിരിക്കും? വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക, കാരണം ചില ട്രാൻസ്ഫോർമേഷൻസ് നിങ്ങൾ വിചാരിക്കുന്നതിലും വലിയതായിരിക്കും. അവസാനത്തിൽ ഞാനൊരു ചോദ്യം ചോദിക്കും, ഉത്തരമില്ലാതെ ഈ വീഡിയോ വിടാൻ നിങ്ങൾക്കാവില്ല. അപ്പോൾ ആദ്യം ഒരു ചെറിയ ചോദ്യം, നിങ്ങളുടെ ഫേവറേറ്റ് ആൽബം സോങ് ഏതാണ്? ആ ആൽബം പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾ ഏത് ക്ലാസ്സിലായിരുന്നു പഠിച്ചിരുന്നത്? ഇന്ന് ആ പാട്ട് കേൾക്കുമ്പോൾ ഇന്നും ആ ക്ലാസ് റൂം, ആ ബെഞ്ച്, ആ സുഹൃത്തുക്കൾ, ആ നഷ്ടപ്രണയങ്ങൾ ഒന്നൊന്നായി മനസ്സിലേക്ക് വരുന്നുണ്ടോ? തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത്, തീർച്ചയായിട്ടും ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യണം. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും. ആദ്യമുള്ളത് സലീം കോടത്തൂരാണ്. ഞാൻ കെട്ടിയ പെണ്ണിനിത്തിരി ചന്തം കുറവാണ് എന്ന ആൽബത്തിലൂടെ അഭിനയിച്ചിരുന്ന സലീം കോടത്തൂരിൻ്റെ ഇപ്പോഴത്തെ ലുക്ക് ഇതാണ്. അടുത്തത് ഗോവിന്ദ് പത്മസൂരിയാണ്. വനമല്ലികെ എന്ന ആൽബം സോങ്ങിലൂടെ അഭിനയിച്ച ഗോവിന്ദ് പത്മസൂരിയുടെ ഇപ്പോഴത്തെ ലുക്ക് ഇതാണ്. അടുത്തത് സരിക മേനോനാണ്. ഈസ്റ്റ് കോസ്റ്റ് ആൽബങ്ങളിലൂടെ നിറഞ്ഞു നിന്നിരുന്ന സരികയുടെ ഇപ്പോഴത്തെ ലുക്ക് ഇതാണ്. അടുത്തത് രാജീവ് പരമേശ്വരാണ്. ഒന്നിനുമല്ലാതെ എന്തിനോ വേണ്ടി എന്നുള്ള ഈസ്റ്റ് കോസ്റ്റ് ആൽബത്തിൽ അഭിനയിച്ചിരുന്ന രാജീവ് പരമേശ്വരന്റെ ഇപ്പോഴത്തെ ലുക്ക് ഇതാണ്. അടുത്തത് റിയാസ് പത്തനാപുരമാണ്. ഇനി ആർക്കും ആരോടും എന്നുള്ള ഈസ്റ്റ് കോസ്റ്റ് ആൽബത്തിൽ അഭിനയിച്ചിരുന്ന റിയാസ് പത്തനാപുരത്തിന്റെ ഇപ്പോഴത്തെ ലുക്ക് ഇതാണ്. അതേ ആൽബത്തിൽ അഭിനയിച്ചിരുന്ന രാധികയുടെ ഇപ്പോഴത്തെ ലുക്ക് ഇതാണ്. താജ്മഹൽ എന്ന ആൽബത്തിൽ അഭിനയിച്ചിരുന്ന അൻവർ ഷെരീഫിന്റെ ഇപ്പോഴത്തെ ലുക്ക് ഇതാണ്. ഒരുപാട് ആൽബങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള അർച്ചന സുശീലന്റെ ഇപ്പോഴത്തെ ലുക്ക് ഇതാണ്. എപ്പോഴും ഓർത്തു നിൽക്കുന്ന നമ്മുടെ ആൽബം എന്നും നിനക്കായി പാടാം എന്ന ആൽബത്തിലെ നടിയുമായിരുന്നു അർച്ചന സുശീലൻ. അടുത്തത് മേധ രഘുനാഥാണ്. ഓർമ്മയ്ക്കായി ഇനിയൊരു സ്നേഹതീരം എന്ന ആൽബം സോങ്ങിലെ നടിയായിരുന്നു മേധ രഘുനാഥ്. അവരുടെ ഇപ്പോഴത്തെ ലുക്ക് ഇതാണ്. ഓർമ്മയ്ക്കായി ഇനി എന്നൊരു ആൽബം സോങ്ങിൽ അഭിനയിച്ചിരുന്ന ഹരി നായരുടെ ഇപ്പോഴത്തെ ലുക്ക് ഇതാണ്. പതിയെ പതിയെ എന്ന ആൽബം സോങ്ങിൽ അഭിനയിച്ചിരുന്ന സിദ്ധാർത്ഥ് മേനോന്റെ ഇപ്പോഴത്തെ ലുക്ക് ഇതാണ്. പതിയെ പതിയിൽ അഭിനയിച്ചിരുന്ന ആദിത്യ രവിയുടെ ഇപ്പോഴത്തെ ലുക്ക് ഇതാണ്. അടുത്തത് നമ്മുടെ 90s കിഡ്സിന്റെ തരംഗമായിരുന്ന കൽബാണ് ഫാത്തിമയിലെ നടി സുനിത രജിലേഷിന്റെ ഇപ്പോഴത്തെ ലുക്ക് ഇതാണ്. അന്നത്തെ മാപ്പിളപ്പാട്ടിന്റെ രാജകുമാരനായിരുന്ന താജുദ്ദീൻ വടകരയുടെ ഇപ്പോഴത്തെ ലുക്ക് ഇതാണ്. മറ്റൊരു മാപ്പിളപ്പാട്ടിന്റെ രാജകുമാരനും താജുദ്ദീന്റെ കൂട്ടുകാരനുമായിരുന്ന കൽബാണ് ഫാത്തിമയിൽ അഭിനയിച്ചിരുന്ന ഷാഫി കൊല്ലത്തിന്റെ ഇപ്പോഴത്തെ ലുക്ക് ഇതാണ്.
വസന്തം പോലെ എന്ന ഈസ്റ്റ് കോസ്റ്റിന്റെ ആൽബത്തിൽ അഭിനയിച്ചിരുന്ന ശരത് ദാസിന്റെ ഇപ്പോഴത്തെ ലുക്ക് ഇതാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം പറയൂ, നിങ്ങൾ ഇപ്പോഴും ഈ പഴയ ആൽബം സോങ്സ് കേൾക്കാറുണ്ടോ? അല്ലെങ്കിൽ രാത്രി ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ക്വൈറ്റ്ലി പ്ലേലിസ്റ്റിൽ സെർച്ച് ചെയ്യാറുണ്ടോ? നിങ്ങൾ ഏത് പാട്ടാണ് ഇന്നും റിപ്പീറ്റിലിട്ട് കേൾക്കുന്നത്? തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. കൂടാതെ തന്നെ നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആൽബം സോങ് കമൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക. അടുത്തത് ഇഷ്ടമാണെന്നാദ്യം എന്നൊരു ആൽബം സോങ്ങിൽ അഭിനയിച്ചിരുന്ന ദിയയാണ്. ദിയയുടെ ഇപ്പോഴത്തെ ലുക്ക് ഇതാണ്. അടുത്തത് ഈസ്റ്റ് കോസ്റ്റിന്റെ ഇഷ്ടം എനിക്കത് ഇഷ്ടം എന്നൊരു ആൽബം സോങ്ങിൽ അഭിനയിച്ചിരുന്ന ലെനയുടെ ലുക്ക് ഇപ്പോൾ ഇതാണ്. അതേ ഇഷ്ടം എനിക്കിഷ്ടം എന്ന ഈസ്റ്റ് കോസ്റ്റ് ആൽബത്തിൽ നടനായി അഭിനയിച്ചിരുന്ന സുമേഷ് ഗുരുവായൂരിന്റെ ഇപ്പോഴത്തെ ലുക്ക് ഇതാണ്. അടുത്തത് ആ സമയത്തെ തരംഗമായിരുന്ന ചെമ്പകമേ എന്ന ആൽബത്തിലെ സുജിയുടെ ഇപ്പോഴത്തെ ലുക്ക് ഇതാണ്. ആ ചെമ്പകമേ എന്ന ആൽബത്തിലെ നടിയായിരുന്ന ധന്യയുടെ ഇപ്പോഴത്തെ ലുക്ക് ഇതാണ്. അടുത്തത് പ്രകാശ് നാഥ് ആണ്. സുന്ദരി നീ വന്നു ഗസല എന്ന ആൽബത്തിൽ അഭിനയിച്ചിരുന്ന പ്രകാശ് നാഥിന്റെ ഇപ്പോഴത്തെ ലുക്ക് ഇതാണ്. അടുത്തത് മഴ മാഞ്ഞൊരു ഈറൻ രാവിൽ എന്ന ആൽബത്തിൽ അഭിനയിച്ചിരുന്ന സ്റ്റെഫി ലിയോണിന്റെ ഇപ്പോഴത്തെ ലുക്ക് ഇതാണ്. അടുത്തത് കുങ്കുമം എന്ന ആൽബത്തിൽ പൂത്തിലഞ്ഞി എന്ന സോങ്ങിൽ അഭിനയിച്ചിരുന്ന സരയു മേനോനാണ്. സരയു മേനോന്റെ ഇപ്പോഴത്തെ ലുക്ക് ഇതാണ്. അതേ പൂത്തിലഞ്ഞി എന്ന ആൽബത്തിൽ അഭിനയിച്ചിരുന്ന മനുലാലിന്റെ ഇപ്പോഴത്തെ ലുക്ക് ഇതാണ്. നീ എവിടെ എന്നുള്ള ആൽബത്തിൽ അഭിനയിച്ചിരുന്ന ബെൻഹർ പല്ലത്തിന്റെ ഇപ്പോഴത്തെ ലുക്ക് ഇതാണ്. അടുത്തത് വണ്ണാത്തി എന്ന ഒരു ആൽബത്തിൽ അഭിനയിച്ചിരുന്ന ഷിനോയ് മാത്യുയുടെ ഇപ്പോഴത്തെ ലുക്ക് ഇതാണ്. അതേ ആൽബത്തിൽ അഭിനയിച്ചിരുന്ന സൗമ്യ മേനോന്റെ ഇപ്പോഴത്തെ ലുക്ക് ഇതാണ്. അടുത്തത് കുടജാത്രിയിൽ എന്ന ആൽബത്തിൽ അഭിനയിച്ചിരുന്ന മോനിഷ സാഗറിന്റെ ഇപ്പോഴത്തെ ലുക്ക് ഇതാണ്. അടുത്തത് കുടജാത്രിയിൽ അഭിനയിച്ചിരുന്ന ജിയാദ് ഇറാനിയുടെ ഇപ്പോഴത്തെ ലുക്ക് ഇതാണ്. അടുത്തത് ചെമ്പകമേ എന്ന ആൽബത്തിൽ മേലെ മാനത്ത് എന്ന സോങ്ങിലൂടെ നമുക്ക് പ്രിയങ്കരിയായിരുന്ന നീനുവിന്റെ ഇപ്പോഴത്തെ ലുക്ക് ഇതാണ്. അടുത്തത് സുന്ദരിയവ എന്ന ആൽബം, അതായത് ആൽബങ്ങളുടെ തന്നെ രാജാവായിരുന്ന ആൽബത്തിലെ നടൻ അർഷാദ്. ഒരുപാട് പേര് കോൺട്രവേഴ്സി ആയിട്ട് പറയുന്നുണ്ട് ഇദ്ദേഹം മരിച്ചു എന്ന്. പക്ഷെ ഇദ്ദേഹം മരിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ലുക്ക് ഇതാണ്. അടുത്തത് അതേ ആൽബത്തിലെ നടിയാണ് സംഗീത ശിവൻ. സംഗീത ശിവന്റെ ഇപ്പോഴത്തെ ലുക്ക് ഇതാണ്. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും 90s കാലത്തെ ആ സ്വീറ്റ് മെമ്മറീസ് അല്ലെങ്കിൽ ആ തണുത്ത ഓർമ്മകൾ ഇന്നും നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്തുന്നത് അത്ഭുതമല്ലല്ലോ. ആ ആൽബം സോങ്സ്, ആ ഇന്നസെൻസ്, ആ ഫസ്റ്റ് ലവ് ഫീൽ, അവ ഒന്നും നമ്മളെ വിട്ടുപോയിട്ടില്ല. അവ നമ്മളിൽ ഇപ്പോഴും ജീവിക്കുന്നു. അപ്പോൾ നിങ്ങൾ പറയൂ, ഈ വീഡിയോയിൽ കണ്ടതിൽ ഏത് ട്രാൻസ്ഫോർമേഷനാണ് നിങ്ങളെ ഏറ്റവും ഞെട്ടിച്ചത്? ഏത് പാട്ടാണ് ഇന്നും നിങ്ങൾക്ക് മറക്കാനാകാത്തത്? 90s കാലത്തെ ആ ആൽബം റിലീസ്,
ആയപ്പോൾ നിങ്ങൾ ഏത് ക്ലാസ്സിലായിരുന്നു എന്ന് തീർച്ചയായിട്ടും മറക്കാതെ കമൻറ്റ് ചെയ്യുക. ഇന്നും നിങ്ങൾ ഈ പാട്ടുകൾ കേൾക്കാറുണ്ടോ? തീർച്ചയായിട്ടും അതുകൂടി ഒന്ന് കമൻറ്റ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ വരുന്നതിന് മുമ്പായിട്ട് എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.